തൃപ്പൂണിത്തുറയിൽ ഞാൻ ചിലരുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി, തെറ്റിദ്ധാരണയല്ല, തെറ്റായ ധാരണകളെ ധരിക്കൂ എന്നാരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കവരെ തിരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ ചിലർ പറയും കോടതിയിൽ പോയി, കോടതിയിൽ പോയത് എന്തോ ഒരു കുറ്റം എന്ന പോലെയാണ്. കോടതിയിൽ പോയത് നമ്മളെല്ലാം ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല. പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന, മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചിഴച്ച ഒരു സംഭവം, അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ്റെ കാര്യത്തിൽ പരിശോധിക്കുന്നവർക്കറിയാം, ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ട് അത് കഴമ്പില്ലെന്ന് കണ്ടാൽ തള്ളിക്കളയും. അങ്ങനെ ഈ പ്രാവശ്യം തന്നെ തള്ളിക്കളഞ്ഞ UDFൻ്റെ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട്. ഇവരുടെ വിചാരം ഞാൻ മാത്രമാണ് കേസ് കൊടുത്തതെന്നാണ്. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ, ഞാൻ സ്ഥാനാർത്ഥിയുടെ ഒന്നും പേരുമല്ലോ, ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞു. എൻ്റെ തള്ളിക്കളഞ്ഞില്ല, കോടതി അത് ഗൗരവമാണ് എന്ന് കണ്ട് സ്വീകരിച്ചു. കേസ് നടപടികളിലേക്ക് കടന്നു. പക്ഷേ കേസിൽ വിധി പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ആ വാക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അന്നത്തെ പ്രതികരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്.